നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോപ്പർ സൈസ് ഓഫ് ട്യൂബ് മോൾഡ് ഫോർ ടെസ്റ്റിംഗ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരാനിരിക്കുന്ന LSTD ഓവർസീ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 2 എക്സാമിന് ആവശ്യമായിട്ടുള്ള റിവിഷൻ സീരീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിവിഷൻ സീരീസിന്റെ ഇമ്പോർട്ടന്റും കഴിഞ്ഞ എക്സാമുകളിൽ നമ്മുടെ റിവിഷൻ സീരീസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു സബ്ജക്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ പഠിച്ചു വെച്ചാലും വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ട് വരും. സോ നമ്മുടെ IS കോഡ് ബേസ്ഡ് ആയിട്ടുള്ള പുതിയൊരു വെറൈറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെങ്ത് ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് ഇസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ്. അതായത് ബ്രിക്കിന്റെ സ്ട്രെങ്ത്തിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്ന IS കോഡ് ഏതാണ്? IS 3101, 1077, 3495, 3496 4 കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ബേൺഡ് ക്ലേ ബിൽഡിംഗ് ബ്രിക്സിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്, അതായത് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്ന IS കോഡ് എന്ന് പറഞ്ഞാൽ 1077/1992 ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി 1077 ആണ് കറക്റ്റ് ആൻസർ. So it is 1077/1992 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് അനുസരിച്ചുള്ള ബ്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then okay, coming to next question, which of the following is a classification as per heavy duty burned clay bricks? Heavy duty burned clay bricks ന്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 12.5, ക്ലാസ് 20, 25, 40. ഒരു നല്ലൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. IS കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഹെവി ഡ്യൂട്ടി ബേൺ ക്ലേ ബ്രിക്സിനെ കുറിച്ച് പറയുന്ന IS കോഡ് 2160/1968 ആണ്. ഇതിനകത്ത് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ച് ക്ലാസ് ഡെസിഗ്നേഷൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് 40, ക്ലാസ് 45 രണ്ട് ക്ലാസ്സേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഹെവി ഡ്യൂട്ടി ബ്രിക്സിനെ നമ്മൾ ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ച് 40ഉം 45ഉം വെച്ചിട്ട് രണ്ട് ക്ലാസ് ആണ് ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷനകത്ത് എന്താ ഇവിടെ വരെ? ക്ലാസ് 40 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ, ഓപ്ഷൻ ഡി. ഓക്കെ, 40, 45 മാത്രമേ ഉള്ളൂ. The next question, based on the basis of resistance to high temperature, refractory clay has resistance up to temperature. Refractory clay ക്ക് എത്ര ടെമ്പറേച്ചർ വരെ റെസിസ്റ്റൻസ് ഉണ്ട്? Less than 1350, 1350 to 1580, greater than 1580, less than 1000 degree. ഒരു സമയത്ത് നമുക്ക് ഓബിയസ്ലി ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാം IT ലെവലിലെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിഫ്രാക്ടറി ക്ലേ. ഇപ്പൊ അടുത്ത് കുറച്ച് കാണുന്നില്ല, അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ പഠിക്കാനുള്ളത് ക്ലേ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. റിഫ്രാക്ടറി ക്ലേ ഉണ്ട്, ഹൈ മെൽറ്റിംഗ് ക്ലേ ഉണ്ട്, ലോ മെൽറ്റിംഗ് ക്ലേ ഉണ്ട്. റിഫ്രാക്ടറി ക്ലേയുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1580 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൈ മെൽറ്റിംഗ് ആണെങ്കിൽ 1350 to 1580, ലോ മെൽറ്റിംഗ് ആണെങ്കിൽ ലെസ് ദാൻ 1350 ആണ്. സോ നമുക്ക് ഇവിടെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഗ്രേറ്റർ ദാൻ 1580 ഡിഗ്രി സെൽഷ്യസ് ആണ് റിഫ്രാക്ടറി ക്ലേയുടെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇത് നല്ലൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്. ഇഫ് എ ബ്രിക്ക് is laid vertically such that a narrow stretcher side is exposed, then it is called. അതായത് നമ്മൾ ബ്രിക്കിനെ വെർട്ടിക്കലി ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് സ്ട്രെച്ചർ സൈഡ് ആണ് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കുമെങ്കിൽ അതിന് സ്ട്രെച്ചർ, സോൾജർ, സെയിലർ, റോലോക്ക്. അപ്പൊ നമുക്ക് സ്ട്രെച്ചറും ഹെഡറും ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പറയുകയാണ്. ഇതുപോലെ സ്ട്രെച്ചർ സൈഡും ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ സോൾജർ എന്ന് വിളിക്കും. ദിസ് ഭാഗം, അതായത് വലിയ വിട്ട് കൂടുതലായിട്ടുള്ളത് നമ്മുടെ സെയിലർ, ഇത് സ്ട്രെച്ചറും ഹെഡറും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ദെൻ ഈ പോർഷൻ നമ്മൾ ഷൈനർ എന്ന് വിളിക്കും ആൻഡ് റോലോക്ക് എന്ന് പറയും. നമുക്ക് ഓരോന്നൊന്നും നോക്കാം. ഫസ്റ്റ് ബോണ്ട് ആണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാറ്റേൺ ആണ് ബ്രിക്ക് ലേ ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ലോങ് സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ബ്രിക്കിനെ ലേ ചെയ്യുന്നതിനാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഷോർട്ട് എൻഡ് നമ്മൾ ഇങ്ങനെ വെക്കും, അതിനാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോൾജർ ആണ്. ബ്രിക്ക് ലേഡ് വെർട്ടിക്കലി വിത്ത് നാരോ സ്ട്രെച്ചർ സൈഡ് എക്സ്പോസ്. ഈ സ്ട്രെച്ചർ സൈഡ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നത് മഞ്ഞ കളറിൽ കാണാമല്ലോ, അതിനെ നമ്മൾ സോൾജർ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് സെയിലർ എന്ന് പറഞ്ഞ ഒരാളാണ്. സെയിലർ എന്ന് പറഞ്ഞാൽ ഈ ബ്രോഡ് സൈഡ്, അതായത് വീതിയുള്ള സൈഡ് എക്സ്പോസ്ഡ് ആയി വെർട്ടിക്കലി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെയിലർ. സോ സോൾജറും ഉണ്ട്, സെയിലറും ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ സോൾജറും സെയിലറും തമ്മിലുള്ള വ്യത്യാസം. ദെൻ റോലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമ്മൾ ഹെഡർ സൈഡ് എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് ഇതുപോലെ നമ്മൾ ഹെഡർ സൈസ് വെർട്ടിക്കലി തന്നെ വെക്കുവാണ്, പക്ഷെ ഹെഡർ സൈഡ് ആണ് നമ്മുടെ എക്സ്പോസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അതിനെ നമ്മൾ റോലോക്ക് എന്നും വിളിക്കും. Okay. Ini namaka shiner ana brick laid on the long narrow side with the broad side exposed.
ഇതിനെയാണ് ബ്രോഡ് സൈഡ് എക്സ്പോസ്. അതായത് നമ്മൾ ഇത് രണ്ടും നീളത്തിൽ വെച്ചിരിക്കുകയാണ് അല്ലെ, നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഹൈറ്റ് കുറവ് രീതിയിൽ നമ്മൾ ഹെഡർ സൈഡും സെഡ്ജ് സൈഡും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹെഡർ സൈഡാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഷൈനർ എന്നും, സ്ട്രെച്ചർ ആണെങ്കിൽ റോലോക്ക് എന്നും വിളിക്കും. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ആൻസർ എന്താ വരിക? സോൾജർ ആണ്. ഓപ്ഷൻ ബി സോൾജർ ആണ് കറക്റ്റ് ആൻസർ. ഈ ഡെഫിനിഷൻസ് പുതിയതാണ്, പഠിച്ചു വെക്കുക, ചോദിക്കും. Okay, the next question, the average warpage shall not exceed 10 mm or 15% of brick height, whichever is lower, 3 mm or 5% of brick height, whichever is lower, 30 mm or 5% of brick height, whichever is higher, 15 mm or 15% of brick height, whichever is lower. Answer varia 3 mm or 5% of brick height, whichever is lower. Okay, ini ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു വെക്കാം. നമ്മുടെ ബ്രിക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് കോഡിനെ ബേസ് ചെയ്താണ് ചോദിക്കും. IS 3495 പാർട്ട് 4 വെച്ചിട്ടാണ്. അത് പ്രകാരം നമുക്ക് ആവറേജ് വാർപ്പേജ് പറയുന്നത് ഷാൽ നോട്ട് എക്സീഡ് 3 mm or 5% വിച്ച് ഓഫ് ബ്രിക്ക് ഹൈറ്റ് whichever is lower. അതായത് 3 mm അല്ലെങ്കിൽ 5% ഓഫ് ബ്രിക്ക് ഹൈറ്റ് നമുക്ക് കോഡിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് IS 3495 പാർട്ട് 4 പ്രകാരം. Okay, the next question, which Indian standard specification governs the requirement for heavy duty burnt clay bricks? വീണ്ടും നല്ലൊരു ചോദ്യമാണ്. കോഡിനെ ബേസ് ചെയ്തിട്ട് IS 2180 ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് സീക്വൻസ്. പ്രീ ഹീറ്റിംഗ്, മിക്സിംഗ് ഓഫ് ലൈം ആൻഡ് ക്ലേ, ബേണിംഗ്, ഗ്രൈൻഡിംഗ് ഓഫ് ക്ലിങ്കേഴ്സ്, പാക്കിംഗ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറയുന്നതാണ് ഇവിടെ. നമ്മുടെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ സിമെന്റ് മാനുഫാക്ചർ, ലൈമും ക്ലേയും മിക്സിംഗ്. ഓക്കെ, 2 അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്? ബേൺ ചെയ്യും. ബേൺ ചെയ്തിട്ട് നമ്മൾ ക്ലിങ്കേഴ്സ് ഗ്രൈൻഡ് ചെയ്ത് പാക്ക് ചെയ്യും. So 2, 1, 3, 4, 5. Option A is the correct answer. Then the specific surface expressed in square centimeter square per gram of good Portland cement shall not exceed. അതായത് നമുക്ക് സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതായത് നമ്മൾ ഫൈനസ് സിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 ടെസ്റ്റ് ചെയ്യാം. ഒന്ന് ഏതാണ്? നമ്മുടെ സീവ് ടെസ്റ്റ്. അതായത് സീവ് നമ്പർ 9 അല്ലെങ്കിൽ 90 മൈക്രോൺ എടുത്ത് നമ്മൾ 100 ഗ്രാം എടുത്ത് സീവ് ചെയ്തിടണം. രണ്ടാമത്തെ ടെസ്റ്റിനെയാണ് എയർ പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ എയർ പെർമിബിലിറ്റിയുടെ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ സ്പെസിഫിക് സർഫസ് ഏരിയ അഥവാ SSA എന്ന് പറയുന്ന ഔട്ട്പുട്ടിലാണ് കൊടുക്കാറുള്ളത്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം അല്ലെങ്കിൽ സ്പെസിഫിക് സർഫസ് ഏരിയ പെർ വെയിറ്റ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഗുഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ഷുഡ് നോട്ട് എക്സീഡ് 2250 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 2250യും then റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3250യും പോർട്ട്ലാൻഡ് പുസോൾന സിമെന്റ് 3000 ഉണ്ട്. ഇത് മീറ്റർ സ്ക്വയർ പെർ kg ആണ്. നമുക്ക് വേണ്ടത് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണെങ്കിലാണ് 2250 വരെ. ഓക്കെ, the next question, proper size of tube mold for testing compressive strength of cement. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. Next question, which of the following test is used to find out the tensile strength of cement? സിമെന്റ് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി modulus of rupture, split tensile strength, brickwork test, direct tension test. ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ brickwork test ആണ് ചെയ്യുന്നത്. Then which IS code is used for 53 grade of OPC? ഇത് നമുക്ക് നമ്മുടെ IS 456 പറയാറുണ്ട്. IS 269 ആണ് 1989. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. The next question, initial setting time for ordinary Portland cement is dash and is determined by using dash of Vickers apparatus. നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സ് ആണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഏത് അപ്പാരറ്റസിൽ, വിക്കേഴ്സ് അപ്പാരറ്റസിൽ ഏത് അറ്റാച്ച്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അല്ലെ. നമ്മൾ സ്ക്വയർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. 30 മിനിറ്റ്സ് ആൻഡ് സ്ക്വയർ നീഡിൽ. ഓക്കെ, സോ ഇതാണ് വിക്കേഴ്സ് അപ്പാരറ്റസ്. വിക്കേഴ്സ് അപ്പാരറ്റസിൽ നമുക്ക് ഫൈനൽ സെറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി നീഡിൽ വിത്ത് ആൻലാകോളം ആണ് യൂസ് ചെയ്യുന്നത്. നോവൽ കൺസിസ്റ്റൻസിക്ക് നമ്മളൊരു പ്ലഞ്ചർ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലഞ്ചറിന്റെ ഹൈറ്റ് 50 mm ആണ് ആൻഡ് അതിന്റെ ഡയമീറ്റർ വരുന്നത് 10 mm ആണ്. ഇനി നമുക്ക് നീഡിലാണ് 1 mm സ്ക്വയർ നീഡിലാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിക്കേഴ്സ് അപ്പാരറ്റസിൽ 3 ടെസ്റ്റ് നടത്തുന്നുണ്ട്. 3ലും ഈ അറ്റാച്ച്മെന്റ് മാത്രമാണ് മാറ്റുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മൾ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പ്ലഞ്ചറും ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി 1 mm സ്ക്വയറും ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നീഡിൽ വിത്ത് ആൻല കോളറും ആണ് യൂസ് ചെയ്യുന്നത്. അത് ചോദിക്കാറുണ്ട്. 1 mm സ്ക്വയർ നീഡിൽ എടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. The maximum total sulfur content calculated as SO3 permitted in ordinary Portland 33 grade cement. Total sulfur content ആണ് ചോദിച്ചിരിക്കുന്നത്. 3.5% ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കണ്ടോ, സൾഫർ കണ്ടന്റ് എന്ന് പറയുന്നത് 3.5%. ഇതിൽ ഇതാ ഈ 5, 6, 3.5 ഒക്കെ കണ്ടോ. നമുക്ക് ഈ കിടക്കുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് 33ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മഗ്നീഷ്യയുടെ കണ്ടന്റ് ഒക്കെ 6 ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചോളൂ. Okay, then next question, as per classification of IS 269 2015,
The grade of cement that should be used for railway sleepers. Railway sleepers use ചെയ്യുന്ന OPC 43S or OPC 53S ആണ്. IS 269/2015 അകത്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. 33, 43, 53, 43 സ്ലീപ്പർ ഗ്രേഡ് ഉണ്ട്, 53 സ്ലീപ്പർ ഗ്രേഡ്. അതിനെയാണ് നമ്മൾ OPC 43S എന്നും OPC 53S എന്നും റെയിൽവേ സ്ലീപ്പേഴ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, then what is the primary role of surki when added to lime mortar? നല്ല ക്വസ്റ്റ്യൻ ആണ്. ലൈം മോട്ടറിൽ നമ്മൾ സുർക്കി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ what is the purpose എന്നുള്ളതാണ് ചോദ്യം. Okay, then to increase the setting time, to improve the strength and hydraulic properties of mortar, to reduce the workability, to increase the weight of mortar. എന്തിനു വേണ്ടിയിട്ടാണ്? To improve the strength and hydraulic properties of mortar. Which of the following is not an igneous rock? Igneous rockന് എക്സാമ്പിൾ അല്ലാത്ത ഏതാണ്? എന്താണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ഒബ്സിഡിയൻ, സാൻഡ്സ്റ്റോൺ, പ്യൂമിസ്, ബസാൾട്ട്. എന്താണ് ആൻസർ വരിക? സാൻഡ്സ്റ്റോൺ ആണ് ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആവാത്തത്. ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ഒബ്സിഡിയൻ ഉണ്ട്, പ്യൂമിസ്, റയോലൈറ്റ്, ആൻഡിസൈറ്റ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. ബസൈറ്റ് ഗ്രാനൈറ്റ് മിക്കവാറും ചോദിക്കാറുണ്ട്. ഡയോറൈറ്റ്, ഗാബ്രോ, അതുപോലെ പെഗ്മറ്റൈറ്റ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് സെഡിമെന്ററി റോക്ക് ആണ്. അതിന് എക്സാമ്പിൾ കോൺഗ്ലോമറേറ്റ് ഉണ്ട്, ബ്രഷിയ ഉണ്ട്, സാൻഡ്സ്റ്റോൺ മിക്കവാറും ചോദിക്കാറുണ്ട്, ഷെയിൽ ചോദിക്കാറുണ്ട്, സെലിനൈറ്റ്, ലൈംസ്റ്റോൺ, കോൾ ഓർ ലിഗ്നൈറ്റ്, കങ്ക, ചോക്ക്, പുട്ടി, അതെല്ലാം നമ്മൾ സെഡിമെന്ററി റോക്കിലാണ് പറയുന്നത്. മെറ്റമോർഫിക് റോക്കിനകത്ത് ക്വാർട്സൈറ്റ്, മാർബിൾ, സ്ലേറ്റ് മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഫൈലൈറ്റ്, ചിസ്റ്റ്, നീസ്, ലാട്രൈറ്റ്, മ്യൂറം, ഇതെല്ലാം നമുക്ക് മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം. അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷർ സാൻഡ്സ്റ്റോൺ ക്യാൻ ട്രാൻസ്ഫോം ഇൻടു ക്വാർട്സൈറ്റ്, മാർബിൾ, സ്ലേറ്റ്, നീസ്. സാൻഡ്സ്റ്റോൺ ഹീറ്റ് ആൻഡ് പ്രഷർ അല്ലെങ്കിൽ മെറ്റമോർഫിസം വഴി എന്തായാണ് മാറുന്ന? ക്വാർട്സൈറ്റ്. അത് പഠിക്കണം. പേരന്റ് റോക്ക് ഗ്രാനൈറ്റ് ആണ്, ജി വെച്ച് തന്നെയാണ് നീസ് ആയിട്ട് മാറും. സൈനൈറ്റും നീസ് ആയിട്ട് മാറും. സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുന്നത്. ലൈംസ്റ്റോൺ ആണെങ്കിൽ മാർബിൾ ഓർ ചിസ്റ്റ് ആയിട്ട് മാറും. മാർബിൾ ആണ്. ഷെയിൽ സ്ലേറ്റ് ആണ്. മഡ്സ്റ്റോൺ സ്ലേറ്റ് ആണ്. ഡോളമൈറ്റ് മാർബിൾ. ഡോളറൈറ്റ് ഓർ ബസാൾട്ട് ചിസ്റ്റ് ആണ്. ഫെൽസൈറ്റ് ചിസ്റ്റ് ആണ്. കോൺഗ്ലോമറേറ്റ് നീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Type of structure formed when the upper surface of the lava during its flow is consolidated. അതായത് ഫ്ലോ ലാവ ഒഴുകുന്ന സമയത്ത് അപ്പർ സർഫസ് കൺസോളിഡേറ്റഡ് ആയി, while the lower surface of the lava remains as liquid. മോള് ഭാഗം കൺസോളിഡേറ്റഡ് ആയി താഴെ ലിക്വിഡ് ആയിട്ടിരിക്കും. ആൻഡ് ബട്ട് ഇറ്റ്സ് സ്റ്റിൽ കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്, ഒഴുകിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോ സ്ട്രക്ചർ, പില്ലോ സ്ട്രക്ചർ, വെസിക്കുലർ സ്ട്രക്ചർ, നൺ ഓഫ് ദീസ്. നമ്മൾ അതിന് പറയുന്ന പേരാണ് പില്ലോ സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് പില്ലോ സ്ട്രക്ചർ. പുറത്തെ ഭാഗം സോൾഡിഫൈ ആവും, അകത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ദെൻ ഫ്ലോ സ്ട്രക്ചർ ഉണ്ട്, വെസിക്കുലർ സ്ട്രക്ചർ ആണ്. ഫ്ലോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവ ഒഴുകുന്ന സമയത്ത് ഓരോ സോൾഡിഫയർ ലെയേഴ്സ് ആയി പാരലായി ഇങ്ങനെ ഒഴുകി വരുന്നതിന് ഫ്ലോ സ്ട്രക്ചർ. ഓരോന്നും കട്ട പിടിച്ച് റോക്കായി മാറും. പില്ലോ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അപ്പർ സർഫസ് കൺസോളിഡേറ്റഡ് ആവും, പക്ഷെ ലോവർ സർഫസ് ലിക്വിഡ് ആയിട്ടിരിക്കും, പക്ഷെ സ്റ്റിൽ കേപ്പബിൾ ഓഫ് ഫ്ലോയിങ് ആണ്. അതിനാണ് പില്ലോ സ്ട്രക്ചർ. ഇനി വെസിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവയ്ക്കകത്ത് ഗ്യാസസ് ഉണ്ടായി, അതായത് പൊട്ടുന്ന സമയത്ത് ഈ ഗ്യാസസ് ഉണ്ടാവും. ഗ്യാസസ് പെട്ടെന്ന് എസ്കേപ്പ് ആയി അതിനകത്ത് ക്യാവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, കൂളിംഗ് ലാവയുടെ സൈഡിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യും. ഈ ക്യാവിറ്റീസ് സോൾഡിഫിക്കേഷന് ശേഷം അവിടെ തന്നെ റിമെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ വെസിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഒത്തിരിയും വീഡിയോസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോസോട് സിലബസിനെ കമ്പയർ ചെയ്ത് കാണുക. ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാൻ നോക്കുക. താങ്ക് യു.